പിന്നെ സാർ ഇറാനും കൂടി ഇപ്പോൾ സജീവമായി തിരിച്ചടിക്കുന്നതിലൂടെ ഇസ്രായേൽ ഇറാൻ യുദ്ധമെന്ന രീതിയിലേക്ക് ഒരു വലിയ ഭീതി വന്നിരിക്കുകയാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമായോ എന്ന ഭീതി പോലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ലോകത്തിൽ. അതായത് കൃത്യമായി ഇതിനകത്ത് ഇറാൻ അടക്കം ശക്തമായുള്ള തിരിച്ചടിയാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം ഇസ്രായേലാണ് ശക്തമായ ആക്രമണം നടത്തിയെങ്കിൽ ഇറാൻ ഇന്ന് കൃത്യമായ ഒരു ആക്രമണം നടത്തുന്നു. ടെൽ അവീവ് അതുപോലെ തന്നെ ജെറുസലേം പോലുള്ള അവരുടെ പ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ച് ഈ ആക്രമണം നടത്തി. 3ഓളം ഇസ്രായേലികൾ മരിച്ചു. അതുപോലെ തന്നെ നിരവധി പേർക്ക് 60ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് പറയുന്നു. അത്തരത്തിൽ ഇനി ഈ ഒരു ഇതിലൊന്നും ഒതുങ്ങില്ല. കഴിഞ്ഞ ദിവസം ഖൊമേനി പറഞ്ഞത് കൈപ്പേറിയ ദിനങ്ങളാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകമെല്ലാം ഇപ്പോൾ ലോകമാകമാനം തന്നെ ഭീതിയിലാണ്. ഇത് ഏത് രീതിയിലേക്ക് പോകും എന്നുള്ളൊരു പേടിയുണ്ട് എല്ലാവർക്കും. തീർച്ചയായിട്ടും ഇത് വളരെ ഭയക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം യാതൊരു നിയന്ത്രണവുമില്ലാതെ പോകാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക താല്പര്യം മാത്രമാണ് അവർ മുന്നിൽ കാണുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ അവർക്ക് തിരിച്ചടി അനിവാര്യമാണ്. ആ തിരിച്ചടിക്കായിട്ട് അവർ ഇന്നലെ ശ്രമിച്ചു. ഇന്നലെ രാത്രി അവരതിൽ കുറേ വിജയിക്കുകയും ചെയ്തു. സൂപ്പർസോണിക് മിസൈലുകൾ വരെ അവർ ടെൽ അവീവിലേക്ക് പ്രയോഗിക്കുകയുണ്ടായി. അയൺ ഡോമിന് എല്ലാം തടുക്കാൻ കഴിഞ്ഞില്ല. ചില മിസൈലുകൾ ജെറുസലേമിലും അതുപോലെ തന്നെ ടെൽ അവീവിലും ഒക്കെ ചില ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലും ഒക്കെ പതിക്കുകയുണ്ടായി. നാശനഷ്ടങ്ങൾ ഈ പറഞ്ഞ ഒരാളുടെ മരണവും ഏതാനും പേർക്കുള്ള പരിക്കേറ്റതുമാണോ എന്നുള്ളത് പൂർണ്ണമായും നിശ്ചയമായിട്ടില്ല. അതിൽ കൂടുതലുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. ഇറാനാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടും നടക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഇറാൻ്റെ ആക്രമണം ഇസ്രായേലിനും ദോഷങ്ങൾ ചിലതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരും വളരെ കരുതിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. മാത്രമല്ല ഈ ഒരു അറ്റാക്കിലൂടെ ഇസ്രായേലിന്റെ ഉണ്ടായിരുന്ന ഒരു ഒരു വില എന്ന് തന്നെ പറയാം. അതായത് അവരുടെ ഒരു അഭിമാനത്തിന് തന്നെ കോട്ടം തട്ടുന്ന രീതിയിൽ. അതായത് അയൺ ഡോം അടക്കം ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ശേഷിയുള്ള ഒരു രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ള നിലയിൽ നിൽക്കുക എന്ന ഇസ്രായേലിന് ഇപ്പോൾ ഈ ഒരു കിട്ടിയ ഒരു അടി ഒരു പക്ഷേ ഒരു നാണക്കേടിന് കൂടി തുല്യ. അതുകൊണ്ട് തന്നെ ഇതിന് തന്നെ മറുപടി കൊടുക്കുക എന്നുള്ളത് ഇസ്രായേൽ എന്തായാലും ചെയ്യും. പ്രത്യേകിച്ച് നെതന്യാഹുവിനെ പോലൊരു വൈരാഗ്യം ഉള്ള ഒരു പ്രധാനമന്ത്രി. അത് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ രീതികൾ കാണുമ്പോൾ മനസ്സിലായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അയൺ ഡോം അടക്കമുള്ള ഈ ഒരു പ്രതിരോധ ശേഷികളെ അതിജീവിച്ച് ഇസ്രായേൽ മണ്ണിൽ ഇറാൻ മിസൈലുകൾ അടക്കം പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചടി എന്തായാലും കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ രീതിയിലേക്ക് പോകുമ്പോൾ വലിയൊരു ആക്രമണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇനി. അല്ല, തിരിച്ചടി ഇന്നലെ തന്നെ ഉണ്ടായല്ലോ. ഇന്നലെ രാത്രി തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കുകയും അവരുടെ ഒരു വിമാനത്താവളവും അതുപോലെ തന്നെ 2 മറ്റ് ആണവ നിലയങ്ങളും കൂടി തകർക്കുന്ന സംവിധാനവും അവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അവർ വെറുതെ ഇരിക്കുകയല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അവരുടെ മൊസാദ് ഇറാൻ മുഴുവൻ അരിച്ചു പെറുക്കി എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളത്, ഏത് നേതാക്കൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്, അവരുടെ രഹസ്യ സങ്കേതങ്ങൾ ഏതൊക്കെയാണ് എന്നുവരെ കണ്ടെത്തി ഇസ്രായേലിൻ്റെ കൈവശം നൽകിയിട്ടുണ്ട്. അതാണ് ഇറാനെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അവരുടെ നേതാക്കളെയൊക്കെ ഒറ്റയടിക്ക് തകർക്കാൻ, ആർമി ചീഫിനെ തകർക്കാനൊക്കെ കഴിയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അത് ഇസ്രായേലിന് ഒരു ശക്തിയാണ്. എന്നാൽ ഇറാൻ അത്രയും പ്ലാനിങ് ഇല്ല. അതുപോലെ തന്നെ ഇസ്രായേലിനെ അടിക്കുമ്പോൾ അയൺ ഡോമിൻ്റെ പ്രതിരോധം ഇപ്പോഴും അത്ര ദുർബലമൊന്നുമല്ല. ഏതാണ്ട് 100ഓളം മിസൈലുകൾ വർഷിച്ചപ്പോഴാണ് 2-3 എണ്ണം ഇത്തരത്തിൽ പതിച്ചത്. ബാക്കി അവർക്ക് നിർവീര്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും നിസ്സാര കാര്യമല്ല. അപ്പോൾ ഇറാനും ചിന്തിക്കേണ്ടതുണ്ട്, ഇത്തരത്തിലൊരു യുദ്ധം തങ്ങൾക്ക് ഭൂഷണമാണോ എന്ന്. പക്ഷേ ഇറാൻ ഒട്ടും പുറകോട്ട് പോകുന്നില്ല. അയത്തുള്ള ഖൊമൈനി പറയുന്നത് തീർച്ചയായിട്ടും ഇസ്രായേലിനെ ഞങ്ങൾ മുട്ടുകുത്തിക്കും, അതിനുള്ള ഒരു നീക്കമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് എന്ന് പറയുന്നുണ്ട്. തിരിച്ച് ഇസ്രായേലും പറയുന്നുണ്ട് ഞങ്ങളുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇറാൻ പറയുന്നത് അത് മൊസാദ് അത്തരം കേന്ദ്രങ്ങളിലാണ് അവരുടെ സെൻറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഹ്യൂമൻ പ്രൊട്ടക്ഷൻ ഓടുകൂടി അവർ ഇസ്രായേലിലും അവരുടെ താവളങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത്തരത്തിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കുന്നത് മൊസാദിനെയാണ്. പക്ഷേ മൊസാദിൻ്റെ കേന്ദ്രങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലായി പോകുന്നത് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിന്റെ ഒരു നേരത്തെ പുറത്തുവിട്ട വീഡിയോ പ്രകാരം പറയുന്നത് ഇത് പെട്ടെന്നുണ്ടായ ഒരു അടിയല്ല. വർഷങ്ങളായുള്ള തയ്യാറെടുപ്പുണ്ട്. മാത്രമല്ല കഴിഞ്ഞ വർഷത്തിൽ ഇതുപോലെ തന്നെ ഒരു വലിയൊരു പ്രകോപനം ഉണ്ടായപ്പോൾ ഏതാനും മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് അവിടെ തീർന്നൊരു പ്രതീതിയായിരുന്നു. പക്ഷേ ഇവർ ഈ മൊസാദിലെ മെമ്പർമാരെ അടക്കം ഇറക്കി
ഇറാൻ അതിർത്തി കടന്ന് അവിടുന്ന് തന്നെ ഒരു അത്യാധുനിക ആയുധങ്ങൾ കടത്തി അങ്ങനെയാണ് അവർ ഈ പ്ലാൻ, അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ നടത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ഈ വർഷങ്ങളുടെ പ്ലാൻ നടത്തിയിട്ട് കൃത്യമായ കേന്ദ്രങ്ങളൊക്കെ വിന്യസിച്ച് അവിടെ ആക്രമണമൊക്കെ നടത്തി. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കുക, ഒരൊറ്റ രാത്രി കൊണ്ടാണ് അവർ തിരിച്ചടിച്ചത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് അവർക്ക് ആക്രമണം നടത്താനായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കളത്തിൽ ഒരല്പം പോയിന്റ് ഇറാനൊപ്പം ഇല്ലേ എന്നൊരു സംശയം മൊത്തത്തിലുണ്ട്. ഇറാന്റെ വളരെ ശക്തമായ ആയുധങ്ങൾ ഇറാന്റെ കയ്യിലുണ്ട്. ഏതാണ്ട് 10,000-ഓളം മിസൈലുകൾ അവരുടെ സൂപ്പർസോണിക് മിസൈൽ അടക്കം 10,000-ഓളം മിസൈലുകൾ അവരുടെ കൈവശമുണ്ടെന്നാണ് ഇസ്രായേൽ അനുമാനിക്കുന്നത്. അപ്പോൾ 10,000-ഓളം മിസൈലുകൾ വർഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പം വരുന്ന ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ആ രാജ്യത്തേക്ക് ഇത്രയും മിസൈലുകൾക്ക് വർഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പിന് പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ മുൻകൂട്ടി എല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് അവർ നീങ്ങിയിട്ടുള്ളത്. ഇനിയും തുടർന്ന് ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകളുണ്ട്. ഇതിന് പുറമെ യുഎസ് കൂടി രംഗത്ത് വരികയാണെങ്കിൽ ഇറാന്റെ നില പരുങ്ങലിലാവും. അത് ഇറാനും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇറാന് അത്ര പെട്ടെന്നൊരു പ്രതിരോധമോ സപ്പോർട്ടോ ലഭിക്കുമെന്ന് ഉറപ്പില്ല. പക്ഷേ അവർ ചൈനയും റഷ്യയും ഒക്കെ കാര്യങ്ങളിൽ കൂട്ടുകൂടിയേക്കാം. മറ്റൊരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്, ആരൊക്കെ ഇസ്രായേലിന് അനുകൂലമായിട്ട് നിൽക്കുന്നോ അവരെയും ഞങ്ങൾ ശത്രുക്കളായിട്ട് കണക്കാക്കും. അതുകൊണ്ട് ശത്രുക്കളായി കണക്കാക്കി അവർക്കെതിരെയും ആക്രമണം ഉണ്ടാവും എന്നുകൂടി ഇന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പോൾ ഇത് പല അത്തരത്തിൽ ഇറാൻ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ രാജ്യങ്ങളും തിരിച്ചാക്രമിച്ചാൽ ഇതൊരു വലിയ ആക്രമണം, വലിയൊരു യുദ്ധവുമായി മാറുമോ എന്ന് ഭയപ്പെടേണ്ട സാഹചര്യവും നിലവിലുണ്ട്. നിലവിൽ നേരത്തെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് വരെ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യസ്ഥാനം ഹമാസിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ ഇറാൻ എന്ന വൻ ശക്തികളോടൊപ്പം ആ പേര് ചേർക്കപ്പെടുന്നു. അങ്ങനെ വലിയ രീതിയിൽ പോകുമ്പോൾ തന്നെ അവിടെ ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞിറങ്ങിയ നെതന്യാഹുവിന്റെ ലക്ഷ്യം അത് പരിഹരിക്കുമോ? മാത്രമല്ല ഹമാസ് ഇതിനോടൊപ്പം ചേർന്ന് കഴിയുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി കൂടിയാകില്ലേ അത്? പിന്നെ അത്തരം കാര്യങ്ങളിലും ഇസ്രായേൽ ഭയക്കേണ്ടതുണ്ട്. കാരണം ഇറാൻ ഒറ്റയ്ക്കല്ല. ഇറാന് സഖ്യ രാഷ്ട്രങ്ങളായിട്ട് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ പലതും വന്നുകൂടായികയില്ല. അത് ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സിറിയ, അതുപോലെ തന്നെ ടർക്കി. ഇപ്പോൾ തുർക്കി ഏതാണ്ടൊക്കെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെട്ട് വരികയാണ്. അപ്പോൾ അവരൊക്കെ കൂടി ഇടപെടുകയാണെങ്കിൽ പ്രശ്നം ഇസ്രായേലിനും കൂടുതൽ ചേരികൾ ഉണ്ടാവുകയും അതൊരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഇതിൽ ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമാണ്. ഇന്ത്യ ഇതിൽ എടുക്കുന്ന സ്റ്റാൻഡ് ഇരു രാജ്യങ്ങളെയും ഒരുപക്ഷെ ഒരു നയതന്ത്രത്തിൽ ഒരു ലൈനിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. പക്ഷേ യുദ്ധം എസ്കലേറ്റ് ചെയ്ത് പോവുകയും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയും നിരന്തരമായി ആക്രമിക്കപ്പെടുകയും ഇറാൻ്റെ ഇന്നത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ തന്നെ തകിടം മറിക്കാനുള്ള രീതിയിലേക്ക് അത് പോവുകയും ചെയ്താൽ ഇറാൻ വിട്ടുകൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരികയും, ഇറാൻ ഒരു വലിയ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന് വലിയ സംവിധാനങ്ങളുണ്ട്. അവർ മുമ്പ് ഇറാഖുമായിട്ട് ഏതാണ്ട് വർഷങ്ങളോളം നീണ്ടുനിന്ന 5-6 വർഷത്തിൽ കൂടുതൽ നീണ്ടുനിന്ന യുദ്ധം നടത്തിയവരാണ്. അവർക്ക് ആ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് യുദ്ധമെന്ന് പറയുന്നത് അവർക്കൊരു പ്രധാന കാരണമല്ല. അല്ലെങ്കിൽ ഒരു രാജ്യരക്ഷയെ അവരെ മാത്രമാണ് അവർ കണക്കാക്കുക. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയോ അല്ലെങ്കിൽ ക്ഷേമമോ ഒന്നും അവർ പ്രധാനമായി കണക്കാക്കുകയില്ല എന്നുള്ളതും ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇറാൻ ഒതുങ്ങി നിന്നില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഇതിനകത്ത് ഇനി ഇന്ത്യയുടെ റോൾ കൂടി പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ആദ്യ അടി കൊടുത്തതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച കാര്യങ്ങൾ വിവരിച്ചിരുന്നു. പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു എന്ന് പറയുന്നത് കാരണം ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം, അത് ലോകത്തിന്റെ ശാന്തിക്ക് അത് വേണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എങ്കിലും ഇന്ത്യയുടെ ഒരു തീരുമാനം ഇതിൽ ഈ മോദിയുടെ വാക്കുകളിൽ മാത്രമായിരിക്കുമോ ഒതുങ്ങാൻ പോകുന്നത്, അതോ ഇസ്രായേലിന് ഒരു പൂർണ്ണ പിന്തുണ? ഇവിടെ ഇറാൻ നേരിട്ട് ഇപ്പോൾ ഈ രംഗത്ത് വരുന്നില്ല, ഇന്ത്യയുടെ ചിത്രത്തിൽ ഇപ്പോൾ വന്നിട്ടില്ല ഇതുവരെയും. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഒരു പ്രീതി പിടിച്ചു പറ്റണം എന്നോണം തോന്നുന്നു. ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഫോൺ വിളിക്കുന്നു, കൃത്യമായി കാര്യങ്ങളൊക്കെ പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന് നല്ലപോലെ അറിയാം നമ്മൾ ഇറാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അത് ഇന്നു മുതലല്ല, പണ്ട് മുതലേ നല്ല ബന്ധത്തിലാണ്. ഒരുപക്ഷെ ഇറാൻ ഇറാഖ് വാർ നടന്നപ്പോൾ പോലും നമ്മൾ വളരെ നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഇറാനെ പെട്ടെന്ന് തഴയാൻ കഴിയില്ല എന്നുള്ളത് ഇസ്രായേലിന് നല്ലപോലെ അറിയാം. അതുപോലെ തന്നെ നമ്മുടെ
ചാബഹാർ തുറമുഖം അടക്കമുള്ള നമ്മുടെ സ്ട്രാറ്റജിക് ചില പോയിന്റ്സ് അവിടെയുണ്ട്. നമ്മളവിടെ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മൾ ആ പോർട്ട് വികസിപ്പിച്ചെടുക്കുകയും നമുക്ക് മധ്യേഷ്യയിലേക്കുള്ള ഒരു പാത അതുവഴി തുറക്കുകയും ഒക്കെ നമ്മുടെ ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഇസ്രായേലിന് പൂർണ്ണമായും അറിയാം. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ത്യയുമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനമന്ത്രി യുദ്ധം അവസാനിപ്പിക്കണം, ഇറാനെയും അധികം പരിക്കേൽപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോകരുത്, ഇസ്രായേലിൻ്റെ അഭിമാനവും രക്ഷിക്കണം, ആ രീതിയിൽ ഒരു നിലപാടുണ്ടാവണമെന്നായിരിക്കും ഇന്ത്യ ആഗ്രഹിക്കുന്നത്. കാരണം ഇസ്രായേൽ നമ്മുടെ ഊർജ്ജമാണെങ്കിൽ നമ്മുടെ ഊഷ്മളമായ ഒരു സുഹൃത്ത് തന്നെയാണ് ഇറാൻ. അപ്പോൾ ഈ രണ്ടു പേരെയും നമുക്ക് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ഇതിൻ്റെ ഇടയിൽ യു എസ് കളിക്കുന്ന ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ചില തന്ത്രങ്ങൾ കൂടി ഉള്ളത് വരും കാലങ്ങളിൽ എന്താണെന്നുള്ളത് വ്യക്തമായാൽ മാത്രമേ ഇതിൻ്റെ ഭാവി നിശ്ചയിക്കാൻ കഴിയുള്ളൂ. യു എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ, അവരുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളെക്കാൾ അധികം വ്യക്തിപരമായ താല്പര്യങ്ങൾ ട്രംപ് വിധേയമാകുന്നു എന്ന് അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി മുൻ അധ്യക്ഷൻ തന്നെ പറയുകയുണ്ടായി. അദ്ദേഹം ജോൺ ബോൾട്ട് അദ്ദേഹം പറഞ്ഞത് ട്രംപ് തൻ്റെ രാഷ്ട്രത്തിൻ്റെ നയത്തിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായ നയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അത്തരം നിരീക്ഷണങ്ങൾ യു എസിലും നടക്കുന്നുണ്ട്. അതൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തികളുമായി ട്രംപ് മുന്നോട്ട് പോയാലും ഈ യുദ്ധം വഷളായി തന്നെ പോകും. അത് ഉണ്ടാവാതിരിക്കാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കേണ്ടത്, ശ്രമിക്കേണ്ടത്.